സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമുക്കറിയാം നിറയെ പ്രായമായുള്ളവർ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അതേമാതിരി നമ്മൾ മുത്തശ്ശന്മാരും മുത്തശ്ശിമാർക്ക് ഇപ്പോഴും ATM ഇതുവരെയും ഉപയോഗിക്കാത്ത നിറയെ പേര് നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായ നമുക്ക് ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി വരെയാണ് ഇത് നമുക്കിപ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ നമുക്കറിയാം ക്യാഷ്ലെസ് ഇന്ത്യനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേമാതിരി ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമസ്കാരം, എൻ്റെ പേര് സന്ദീപ്. സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ATMൽ വരുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ്. സോ നമുക്ക് ATMൻ്റെ മുൻഭാഗത്ത് നമുക്ക് കാണുന്നത് ഒന്നാമത്തത് ATM നമ്പർ, നമ്മുടെ ATM കാർഡിൻ്റെ നമ്പർ. അതേമാതിരി ഇപ്പോൾ കസ്റ്റമർ ആരാണ്, മീൻസ് ഇപ്പോൾ എൻ്റെ പേരാണ് ഇവിടെ കാണാം, KS സന്ദീപ് കുമാർ. ഇതാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് മെയിനായിട്ട് കാണുന്ന സംഭവം. അതേമാതിരി എക്സ്പയറി ഡേറ്റും നമുക്ക് ഇതേമാതിരി കാണുന്നുണ്ട്. സോ ഈ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണുകയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് നമുക്ക് കാണുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ഒപ്പ് വെക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ കാണുന്നുണ്ട്. ഒപ്പ് വെച്ചിട്ടില്ലെങ്കിൽ ഈ കാർഡ് വാലിഡ് അല്ല എന്നാണ് അതിൽ പറയുന്നത്. ആൻഡ് അതേമാതിരി നമുക്ക് ഈ അറ്റത്ത് ഒരു CVV നമ്പറും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് ശരിക്കും നമുക്ക് ഈ ATM കാർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. സോ അടുത്തത് നമുക്കിപ്പോൾ നമ്മളൊരു ATM മെഷീനിലേക്ക് നമ്മൾ ATM വെണ്ടറിലേക്ക് മീൻസ് ATM സെൻറ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാ ATMും ഒരേ മാതിരിയല്ല. ഇപ്പം ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് തരുന്നത്. ബിക്കോസ് ചില ATMസിൽ അതിൻ്റെ വരുന്ന ഓപ്ഷൻസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ എല്ലാത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള അംശങ്ങൾ ഏകദേശം ഒരേ മാതിരി തന്നെയാണ്. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ചില ATMിൽ നമുക്ക് കാണുകയാണെങ്കിൽ ATMന് ഡോറിന് തന്നെ നമുക്ക് ഒരു മീൻസ് ഒരു ഡോർ ലോക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ATM കാർഡ് അതിൽ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. എല്ലാ ATMിലും ഉണ്ടാവുന്നില്ല, ചില ATMിൽ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവുക, അതിൽ നമുക്ക് ഈ ATM നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഡോർ ലോക്കിന്. അപ്പോൾ ചിലതിൽ ഡോർ ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ATM കറക്റ്റ് രീതിയിൽ മീൻസ് ഈ ബാക്ക് സ്ട്രിപ്പ് ബാക്കിൽ വരുന്ന രീതിയിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ATM കാർഡ് അതിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ആ മെഷീനിൽ ഡോറിൻ്റെ അവിടെയുള്ള മെഷീനിൽ നിങ്ങൾക്ക് ഒരു പച്ച ബട്ടൺ നിങ്ങൾക്ക് കത്തും. അപ്പോൾ അതിനനുസരിച്ച് പച്ച ബട്ടൺ കത്തിക്കാൻ ഡോർ തുറന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ ഡോർ തുറന്ന് അകത്തോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ നമുക്ക് മുമ്പിൽ കാണുന്നത് തന്നെയാണ് നമുക്ക് ATM മെഷീൻ അല്ലേ. അപ്പോൾ ATM മെഷീനിൽ നമുക്ക് കുറച്ച് പാർട്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. സോ അവിടെയാണ് സാധാരണ ഓരോ കാര്യങ്ങളും അതിന് വന്നിട്ട് നമുക്ക് കാണുന്നത്. സോ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് താഴെ ഒരു ചെറുതായിട്ട് നമുക്കൊരു അക്കായിട്ട് ഒരു കീപാഡ് ഉണ്ടാവും. മീൻസ് 1 മുതൽ 9 വരെ 9 മുതൽ 0 വരെയും അതേമാതിരി ക്യാൻസൽ, കറക്റ്റ് അങ്ങനെയുള്ള 2-3 ഓപ്ഷൻസോട് കൂടി ചെറിയൊരു കീബോർഡ്. എല്ലാവർക്കും കീബോർഡ് വെവ്വേറെ രീതിയിലായിരിക്കും. സോ മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഷീൻ്റെ ഇടതുവശത്ത് നമ്മുടെ ഈ ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന കാർഡ് സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ മണി വരുന്നത് പിൻവലിക്കാനായിട്ട് താഴത്ത് നമുക്ക് കാണണേ ക്യാഷ് ഡിസ്പെൻസർ സ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നാണ് ക്യാഷ് നമുക്ക് പുറത്തു വരിക. ഇതേമാതിരി നമ്മുടെ വലതുവശത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇടതുവശത്ത് തന്നെ നമുക്ക് കാണുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിപ്റ്റ് വരുന്ന റെസിപ്റ്റ് സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് നമ്മുടെ ഈ ATM മെഷീനിൽ. സോ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ATMൽ നിന്ന് നമ്മൾ പണം വന്നിട്ട് പിൻവലിക്കുന്നത്? സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ATM കാർഡ് ആ ATM സ്ലോട്ടിൽ അതേ രീതിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ATM കാർഡിൽ ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതെന്തിനാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ആ രീതിയിലാണ് നിങ്ങൾ ATM ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ തരത്തിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ആവില്ല, റിജക്റ്റ് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ATM കാർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ഈ ആരോ മാർക്കിൻ്റെ ഭാഗത്ത് കൂടെ നിങ്ങൾ ATM കാർഡിൽ നിങ്ങൾ ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതേമാതിരി പതുക്കെ അത് തിരിച്ചു വലിക്കുക. അപ്പോൾ തിരിച്ചു വലിച്ചു കഴിഞ്ഞാൽ ATM ഡിറ്റക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ബാങ്കിങ്ങിൻ്റെ ആ ട്രാൻസാക്ഷൻ്റെ ബാങ്കിങ് ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. സോ സാധാരണ ചില ATMസിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓപ്പൺ ആവുക, ചില വ്യത്യാസങ്ങളുണ്ടാവും.
സോ സാധാരണയിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കാണുകയാണെങ്കിൽ ഭാഷയാണ് ചോദിക്കുക. ഒന്നല്ലെങ്കിൽ അതിൽ ആദ്യം ഇംഗ്ലീഷ് തന്നിട്ടുണ്ടാവും, രണ്ടാമത്തെ ഹിന്ദി തന്നിട്ടുണ്ടാവും, മൂന്നാമത്തെ മലയാളം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ. ബിക്കോസ് ഇപ്പോൾ വേറെ സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മലയാളം അവൈലബിൾ ആയിരിക്കില്ല, ഇംഗ്ലീഷ് ആയിരിക്കും അവൈലബിൾ ഉണ്ടാവുക. സോ അപ്പോൾ നമുക്കൊരു ഡിസ്പ്ലേ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുന്നത് നമ്മുടെ സ്ക്രീനിലൂടെ നമുക്കൊരു ഡിസ്പ്ലേയിൽ നമുക്ക് ബാങ്കിങ്ങിൻ്റെ ഒരു സ്ലിപ്പ് നമുക്ക് ഓപ്പൺ ആവും. അവിടെ നമുക്ക് മേ ബി നമ്മുടെ പേര് നമുക്ക് അതിൽ കാണാൻ പറ്റും. ആൻഡ് അതേമാതിരി നിങ്ങളുടെ 4 ഡിജിറ്റ് പിന്ന് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു പിന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, 4 ഡിജിറ്റ് പിന്ന്. അത് നിങ്ങൾ ആ താഴത്തുള്ള കീബോർഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു സ്ക്രീന് നിങ്ങൾക്ക് ഓപ്പൺ ആവും. അതിന് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് മേലുള്ള ഫോട്ടോ കാണാം. ഇങ്ങനെ പല ഓപ്ഷൻസ് വരും. ഒരു ഓപ്ഷൻ നമുക്ക് കാണുകയാണെങ്കിൽ ഫാസ്റ്റ് ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ, മിനി സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെ പിൻ ചേഞ്ച്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഓരോ ബാങ്കിങ്ങിലും വെവ്വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത് ബേസിക് ആയിട്ടുള്ള എല്ലാ ATMലും വരുന്ന ഓപ്ഷൻസ് ആണ്. അപ്പം നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാഷ് വിഡ്രോ എന്ന് വെച്ചാൽ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്യാഷ് വിഡ്രോ എന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവിങ് ബാങ്ക് ആണോ അല്ലെങ്കിൽ കറണ്ട് ബാങ്ക് ആണോ എന്ന് ഓപ്ഷൻ നമ്മളോട് ചോദിക്കും. ബിക്കോസ് നമുക്ക് ചിലവരിൽ കറണ്ട് അക്കൗണ്ട് ആയിരിക്കും, ചിലവർക്ക് SBI അക്കൗണ്ട് ആണ്. അപ്പോൾ SBI അക്കൗണ്ട് ഉള്ളവർ SBIയിൽ സേവിങ്സ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഡിസ്പ്ലേയിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിനോമിനേഷൻ നിങ്ങൾക്ക് തുക നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിലിരുന്ന് നിങ്ങൾക്ക് എത്ര രൂപയാണ് പിൻവലിക്കേണ്ടത്, ആ പിൻവലിക്കേണ്ട തുക നിങ്ങൾ താഴത്ത് ഡിനോമിനേഷനായിട്ട് അടിക്കുക. ബിക്കോസ് ATMൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഒന്നല്ലെങ്കിൽ ഹൺഡ്രഡ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ നമ്മൾ അടിക്കാൻ പാടുള്ളൂ. മീൻസ് ഇപ്പോൾ 105, 110 ആ രീതിയിലല്ല നമ്മൾ അടിക്കുന്നത്. ഒന്നല്ലെങ്കിൽ 100, 200, 500, 700 എങ്ങനെ വേണമെങ്കിൽ അറിയാം. ബട്ട് 100ൻ്റെ ഡിനോമിനേഷൻ ബേസ് ചെയ്ത് നിങ്ങൾ അടിക്കുന്നതായിരിക്കും, എന്നാലേ അതിൽ നമുക്ക് ഡിസ്പെൻസിൽ കിട്ടുള്ളൂ. അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും ഒന്നല്ലെങ്കിൽ 1000ൻ്റെ ഡിനോമിനേഷൻ വെച്ച്, മീൻസ് 100ൻ്റെ ഡിനോമിനേഷൻ വെച്ച് നിങ്ങൾ അടിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള തുക നിങ്ങൾക്കിപ്പോൾ ഒരു 2000 ആണ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കീപാഡിൽ 2000 എന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ എന്ന് കൊടുക്കുക. മീൻസ് യെസ്, ചിലവിടെ എസ് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഓക്കെ കറക്റ്റ് എന്നായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. സോ ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മെഷീനിൽ നിങ്ങൾക്ക് ചെറിയ സൗണ്ട് കേൾക്കാം. അതേമാതിരി നിങ്ങൾക്ക് ക്യാഷ് ഡിസ്പെൻസർ നിങ്ങൾക്ക് അറിയാം, ക്യാഷ് ഡിസ്പെൻസറിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് പുറത്തോട്ട് വരും. ആൻഡ് അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ആ ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം നിങ്ങൾ ക്യാഷ് അതിൽ നിന്ന് എടുക്കുക. ബിക്കോസ് ചിലവരെന്ന് വെച്ചാൽ ആ വരുന്ന രീതിയിൽ തന്നെ ധൃതിയിൽ അവർ എടുക്കാറുണ്ട്, പക്ഷെ അത് ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട്. ചില സമയത്ത് അത് നോട്ട് കീറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യുക. ആൻഡ് 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ റെസിപ്റ്റ് സ്ലോട്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ നടത്തിയ ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽ, മീൻസ് നിങ്ങളിപ്പോൾ എത്ര ക്യാഷ് വിഡ്രോ ചെയ്തു, ഇനി നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെന്ന വിവരങ്ങൾ അടങ്ങുന്ന ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ആ റെസിപ്റ്റ് സ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് വരും. സോ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ എപ്പോഴും ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ATM കാർഡ് വന്നിട്ട് മറന്നു വെക്കാതെ പോവുക. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓർമ്മയോടുകൂടി നിങ്ങൾ തിരിച്ചെടുത്ത് പോവുക. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ATM കാർഡിലൂടെ നിങ്ങൾക്ക് ATM മെഷീനിന് മാത്രമല്ല നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഓൺലൈനിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ATM കാർഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ EB ബില്ല് പേ ചെയ്യാം, വാട്ടർ ബിൽ പേ ചെയ്യാം, ഫോൺ ബിൽ പേ ചെയ്യാം, നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ATM കാർഡ് കൊണ്ട് തന്നെ, ഈവൻ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ATM കാർഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് പർച്ചേസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ATM കാർഡ് നമുക്ക് ATM മെഷീനിൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഏതൊരു പർച്ചേസിനാണെങ്കിലും ഏതൊരു ക്യാഷ് ഡീലിങ്സിനാണെങ്കിലും നമുക്ക് നിങ്ങളുടെ ATM കാർഡ് ഉപയോഗിക്കാൻ പറ്റും. സോ ഐ തിങ്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ചെറുതായിട്ട് ATM എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ എത്ര രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അവർക്ക് കാണിച്ചു കൊടുക്കുക. അവരെല്ലാവർക്കും ഈ ATM എങ്ങനെ ഉപയോഗിക്കുന്നത്, അതേമാതിരി ഓൺലൈൻ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അവരെ പരിചയപ്പെടുത്തുക.
ബിക്കോസ് ഈ കാലഘട്ടത്തിൽ അത് വളരെ നിർബന്ധമാണ്. അതേമാതിരി യങ്സ്റ്റേഴ്സായ നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തുന്നത്. സോ നന്ദി, നമസ്കാരം.